ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹിൽ വാലി യൂട്യൂബ് ചാനലിന്റെ വചനദീപം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 9 ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്ന 9 വാക്യങ്ങളെ കുറിച്ചാണ്, കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ധ്യാന ചിന്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഒരു മുന്തിരിക്കുലയിൽ ഉള്ള എല്ലാ മുന്തിരിങ്ങകളെയും ആ കണികകളെയും ഈ സ്നേഹത്തിന്റെയും മറ്റ് ആത്മാവിന്റെ ഫലങ്ങളെയും അതുമായി ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കാൻ. അതിലേറ്റവും മുതിർന്നതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് സ്നേഹം എന്ന് പറയുന്ന ചിന്ത. സ്നേഹം, ദൈവം സ്നേഹം തന്നെ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ സ്നേഹം എന്ന അർത്ഥമാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ 3 കാര്യങ്ങൾ വളരെയധികം അത്യാവശ്യമായ ഈ ചിന്തയുമായി ബന്ധത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദൈവവുമായുള്ള സ്നേഹം. മറ്റൊന്ന്, മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധം. മൂന്നാമത്തെ ചിന്ത, നമ്മോട് തന്നെയുള്ള സ്നേഹം. ദൈവവുമായുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ജീവൻ നൽകി നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവ മക്കളായി നമ്മൾ കരുതുകയും അവരെ അപ്രകാരം സ്നേഹിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ ചിന്ത നമ്മോട് തന്നെയുള്ള സ്നേഹബന്ധമാണ്. നമ്മോട് തന്നെ നമുക്ക് സ്നേഹമുണ്ടാകണം. എങ്കിലേ നമ്മുടെ കടമകൾ ശരിയായ നിലവാരത്തിൽ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് 3 ഘടകങ്ങളും വളരെയധികം അത്യാവശ്യം തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്ന, ലവ് എന്ന് പറയുന്ന സ്നേഹത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നൽകിയ സ്നേഹം അത് അഗാപ്പേ സ്നേഹമാണ്. അഗാപ്പേ സ്നേഹം, ദൈവികമായ സ്നേഹം. ഇത് മറ്റു സ്നേഹബന്ധങ്ങളെ മനുഷ്യബന്ധങ്ങളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തു നൽകിയ ആ വലിയ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കുമായിട്ട് നൽകിയ സ്നേഹം അത് ഒരിക്കലും മനുഷ്യബന്ധങ്ങൾക്ക് നൽകുവാൻ, അതായത് പൂർണ്ണമായി ജീവൻ തന്നെ നൽകി സ്നേഹിച്ച ആ സ്നേഹമാണ് ദൈവികമായ സ്നേഹം. രണ്ടാമതായി മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലുള്ള സ്നേഹബന്ധങ്ങൾ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ക്രിസ്തു പറഞ്ഞു. ആ ക്രിസ്തു മാർഗത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ള വ്യക്തികളെ, മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത് നമ്മോട് തന്നെയുള്ള സ്നേഹബന്ധം. എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകണം. എൻ്റെ ശരീരത്തോട്, എൻ്റെ ജീവിതത്തോട്, എൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളോട് ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. അതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഏറ്റവും വിലയേറിയതാക്കി തീർക്കുന്ന ദൈവികമായ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ ഗുണമിട നൽകണം. മനുഷ്യന്റെ ജീവിതത്തെ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. കുശവൻ തന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, ഒരു ഓടക്കുഴൽ പോലെ, ഒന്നുമില്ലാതിരുന്ന ഒരു മുളം തണ്ടിനെ ഒരു പുല്ലാങ്കുഴലാക്കി മാറ്റുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം, അത് മറ്റുള്ളവർക്ക് മധുരം പകരുന്ന, അതായത് പുല്ലാങ്കുഴലിലൂടെ വരുന്ന മധുരതരമായ ശബ്ദത്തിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം പകരുന്ന ഓരോ സംഗീതങ്ങളാക്കി നമ്മെ തീർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന് സാധ്യമായി തീരും. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, എല്ലാവരുടെ ജീവിതങ്ങളെ ധന്യമായി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ദൈവിക സ്നേഹത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നൽകിയ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നാഥ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ, ഞങ്ങൾക്ക് ദൈവം നൽകിയ സ്നേഹം അത് മറ്റുള്ളവരുമായി പങ്കിടുവാനും, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിന്റെ വില മനസ്സിലാക്കുവാനും നൽകുന്ന വലിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.